മൈസൂരിൽ നിന്ന് രാത്രി ഞമ്മ പാലസിലേക്ക് പോയിട്ട് റൂമിലേക്ക് പോയി. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ ഊട്ടിക്ക് പോകാൻ ഇറങ്ങി. ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ടില്ല, അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. ആടുന്ന് ഇപ്പോൾ കിട്ടുന്ന പോലെ തന്നെ മസാല ദോശ, ഗീ റോസ്റ്റ്. പിന്നെ കഴിച്ചത് ഞങ്ങൾ ഉപ്പുമാവാണ്. ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉടുപ്പി റെസ്റ്റോറൻറ്റ് കയറിയിട്ട് കഴിച്ച പോലെയുള്ള ടേസ്റ്റൊന്നും നമ്മൾ ഇവിടുന്ന് കിട്ടിയിട്ട. പിന്നെ അവിടുന്ന് കിട്ടിയില്ല പറഞ്ഞുകൊണ്ട് കഴിച്ചിട്ട് ഇറങ്ങി. നല്ല തണുപ്പായതുകൊണ്ട് അതിൽ ചമുക്കാനൊക്കെ തുടങ്ങി. പോകുന്ന വഴിക്ക് കുറേ ചപ്പലപ്പൂവിൻ്റെ കൃഷിയെല്ലാം കണ്ട്. എന്നിട്ട് നമ്മൾ കീയാൻ നോക്കുമ്പോൾ മഴ പെയ്ത് അങ്ങനെ കുറേ വെയിറ്റ് ആക്കാൻ കയറിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇട്ട്. പിന്നെ എനിക്കെന്തോ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന് എവിടെയും കാണുന്നുണ്ട് നിർത്തണമെന്ന്. അപ്പോൾ ആസിർ പറഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു സൺഫ്ലവറിൻ്റെ കൃഷിൻ്റെ അടുത്ത് കൊണ്ടുപോകാന്ന്. അങ്ങനെ നമ്മൾ സൺഫ്ലവറിൻ്റെ അടുത്തേക്ക് പോയി. മഴയൊന്നും ഉണ്ടായിട്ട. ഒന്ന് പോയിട്ട് ഫോട്ടോ എടുക്കാന്നിരിച്ച്. ആടെ എൻട്രി ഫീസ് ഒരാൾക്ക് 50. അപ്പോൾ ആടെ എൻട്രി ഫീസ് കൊടുത്തിട്ട് കയറുമ്പോഴേക്ക് മഴ പാറാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ വിചാരിച്ച് നമ്മളെ പിക്കും കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, ഐറിഷിൻ്റെ കിട്ടണമെന്ന്. അപ്പോൾ എൻ്റെ മോള് ഫോട്ടോ എടുക്കാൻ ആരംഭിക്കുന്നില്ല. ഓള് പൊതുവെ ചെറുപ്പത്തിൽ എന്തെല്ലാം ഞാൻ പോസ്റ്റ് അതിലാക്കിയിട്ട് ഫോട്ടോ എടുത്ത പോലെ വലുതാകുമ്പോൾ എന്തും ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ ജസ്റ്റ് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് സഫാരിക്ക്. ഇവിടെ ശരിക്കും ഓൺലൈൻ ബുക്കിംഗ് ആയിരിക്കും നല്ലത്. നമ്മൾ ജിപ്സിൽ കയറിയിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഫുള്ള് ഓൺലൈൻ ബുക്കിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ വാനിൽ കയറി. ബസ്സിൽ കയറുമ്പോൾ തിരക്ക് പിടിച്ചിട്ട് കയറേണ്ട ആവശ്യമില്ല. പൊതുവെ ആൾക്കാർ അങ്ങനെയാണ് കയറാറ്. അപ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ സീറ്റിലെല്ലാം ഒരു നമ്പർ ഉണ്ട്. ഞങ്ങളുടെ ടിക്കറ്റിൽ ഒരു നമ്പർ ഉണ്ട്. അത് നോക്കിയിട്ടാണ് കയറിയിരിക്കുന്നത്. നമ്മൾ എപ്പോഴെല്ലാം കാണുന്നല്ലോ വിചാരിച്ചു. ഓരോരോ ലെക്ക് പോലെയാണ് ഒരാൾക്ക് കാണാം. അങ്ങനെ നമ്മൾ സഫാരി സ്റ്റാർട്ടാക്കി. അതായത് കാട്ടിനുള്ളിൽ പോകാൻ തുടങ്ങി. പിന്നില്ലേ ഈ വാല് ഭയങ്കര പൊളിച്ചിട്ടുണ്ട്. അതായത് ആസിർ വെറുതെ പറയും ഇവിടെ പുലി, ഇവിടെ കുതിര, അങ്ങനെയെല്ലാം പറയും. അപ്പോൾ പെട്ടെന്ന് കയറിയിട്ട് എല്ലാവരും ചെന്ന് നോക്കുന്നത് അങ്ങനെ ചിരിക്കുന്നു. അതായത് ശരിക്കും കാടിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കൂറ്റാക്കാൻ പാടില്ല. ഓരെന്നെ പറഞ്ഞു സൈലൻസ് എന്ന്. അങ്ങ് നല്ല കാടിൻ്റെ അടുത്ത് എത്തുമ്പോൾ പേടിയല്ലാന്ന്. ഇനി പുലി വന്നിട്ട് പുതുങ്ങോ അങ്ങനത്തെ ഒരു പേടി വരുന്നു. സഫാരിയിൽ പോയിട്ട് നമുക്ക് കണ്ട് തന്നെ മാന്, ആന, പിന്നെന്ത് കണ്ട് മയില്, പിന്നെന്തോ കണ്ടിന് ബിയറ എന്തോ കണ്ടു. വേറെന്തും കണ്ടിട്ടാ. നമുക്ക് അത്രയും ഭാഗ്യണ്ടായിട്ട് കാണാൻ. ഇത് നമ്മൾ കാറിൽ കൂടിയിട്ട് പോകുമ്പോൾ കാണുന്നുണ്ടേനി. പിന്നെ നമ്മത് ഇതിൽ കയറിയത് വെറുതെ എന്ന് പറഞ്ഞിട്ട് പോകണമില്ല. നമ്മൾ ഇതിൽ കയറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്നിവിടെ സഫാരി ഉണ്ടെങ്കിൽ ഇതിൽ കയറിനെ നമ്മളെല്ലാം കാണട്ടെ. അപ്പോൾ എല്ലാത്തിനും ഒരു ലെക്കുണ്ട്. ഞാൻ കുറച്ച് വീഡിയോസെല്ലാം കട്ടാക്കിന് കഴിഞ്ഞ്. ഇതന്നെ എൻ്റെ അതായത് കണ്ട നമ്മളെ ദേശീയ പക്ഷി കണ്ട നമുക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന പക്ഷിനെ നമുക്ക് കണ്ണുകൊണ്ടുണ്ടാറിഞ്ഞിട്ട് നമുക്ക് കണ്ടാണെങ്കിൽ കണ്ടേ നമുക്കൊരു മയിലിനെ. അങ്ങനെ നമ്മളെ സഫാരി കഴിഞ്ഞ് ഗൈസ് നമുക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ആടുന്ന് ഇറങ്ങിയിട്ട് സഫാരിക്ക് പോയ കഥ പറഞ്ഞു. ഞങ്ങൾ പോകുമ്പോൾ നമുക്ക് വീണ്ടും ആന കാണുന്നു ഗൈസ്. ആന മാത്രമല്ല നമ്മൾ എപ്പോഴും കണ്ടു. അപ്പം ഞങ്ങൾ വിചാരിച്ചു വെറുതെ സഫാരിക്ക് പോയെന്ന്. പക്ഷെ ഒരാൾക്ക് ഒരു ലക്കാണ് ഗൈസ്.
എലിഫന്റ് കാട്ടുപോത്ത് ഓടുത്തു അടിയോ എല്ലാം വായുന്നുണ്ടാ കൂറ്റങ്ങണ്ട കൂറ്റങ്ങണ്ട ഓടുത്ത് കാണുന്നില്ലല്ലോ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയ കാറ് കാറ് കുറച്ച് അതിന് സൂം ആവാനില്ലേ ഞങ്ങക്ക് എന്തിങ്ങനെ തിന്നുന്നുള്ളത് മാന്റെ ചാകരാണ് ഗൈസ്. മാലിനെ എത്ര കണ്ടാലും മതി വരാത്ത ട്രിപ്പായിരുന്നു നമ്മളുടെ. ഒറ്റ പക്ഷെ എന്റെ ഫോണില് കാണുന്നില്ലല്ലോ. ആ കണ്ടു. കാട് കഴിഞ്ഞു കാണാലാന്ന് വിചാരിച്ച് കുറേ കാര്യങ്ങൾ കണ്ടു. ഹലോ ഗായ്സ്, ഞങ്ങൾ വ്യൂ പാസ് എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങാൻ പോയിട്ടുണ്ട് ഗൈസ്. ആ സമയത്താണ് നമുക്ക് ഇവിടെ ഒരു വ്യൂ കിട്ടുന്നത്. കണ്ടോ എന്ത് പാന്നറിയോ? ഇതിൽ ഞാൻ ആസറിനോട് കുൽമാലാക്കിയിട്ട് അക്കെടുത്ത് തന്നൊരു വീഡിയോ, അതായത് ഓലി ഡ്രൈവാക്കുന്ന ഇടയിൽ തന്നെ ഫോണ് പുറത്തേക്ക് വെച്ചിട്ട് എടുത്തു തന്നത്. എൻ്റെ ചെയ്യില്ല ഇത് കാണാൻ നോക്കി. അങ്ങനെ നമ്മൾ ഒരു റിസോർട്ടിങ്ങനെ തപ്പിയിട്ട് അങ്ങനെ ലാസ്റ്റ് ഒരു റിസോർട്ടിലേക്ക് എത്തി. അല്ലാ ഒന്ന് കടന്നിനാൽ മതി എന്ന് വിചാരിച്ചു. ഈ റിസോർട്ടിൻ്റെ പേര് തുർക്കിഷ് ഊട്ടി അങ്ങനെ എന്തോ ആണ്. ഇത് ഇവിടെ കീയുമ്പൊക്കെ എന്തോ ഒരു തണുപ്പ്. ഇത് ഞാൻ മുന്നേ ഇവിടെ വന്നതാകുമ്പോൾ ഈ തണുപ്പൊക്കെ കിട്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നിൽക്കാൻ പോലും കഴിയുന്നില്ല. അതായത് മഞ്ഞ് വന്ന് മൂടിച്ചാണുള്ളത്. ഞാൻ ഇത് കാണുമ്പോൾ ചെറിയൊരു റിസോർട്ടിനാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ പോകുന്ന ബൈക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല എങ്ങനെയാണ്. എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. അപ്പൊ ഇതാണ് ഗൈസ് വ്യൂസ്. വീടെടുക്കാൻ പോലും പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇത് എൻ്റെ കൈൻ്റെ പ്രശ്നമാണ്.
ആഷിക്ക് ഐറിഷിനെ പിടിച്ചിട്ടുണ്ട്. നമ്മ ഫസ്റ്റ് കണ്ട പോലെ തന്നെ സ്ഥലം കണ്ട ഇതുപോലെ ഇതൊരു വലിയ റിസോർട്ട്. ഇങ്ങനെ താഴേക്കും ഇങ്ങനെ അതായത് ഒരേപോലെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ വന്ന സ്ഥലത്തൊക്കെ തന്നെ വന്നത് അല്ല, വീണ്ടും നമ്മൾ ഇടയിൽ പോയിട്ട് റൂമിലേക്ക് എത്തിയ. നാളെ രാവിലെ 8 മണിക്കാണ്. എന്തോ ഒരു എസ്കേപ്പാണോ പയച്ചിട്ട് കണ്ണ് കാണില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ പിസ്സ എന്തെല്ലാം ഓർഡർ ആക്കിയിട്ട് ഞങ്ങൾ പിസ്സ കഴിച്ചു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ലോഗ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പിന്നെ ഇടാം. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം. ബൈ.